അല്ല, പറഞ്ഞത് അത് തന്നെയാണ്. എന്നുവെച്ചാൽ ആ ഒരു ആശയം എല്ലാ നേരത്തും അതാണ് എസെൻസ് ഓഫ് അവർ, എന്താ പറയുക, നമ്മുടെ ബിലീഫ് അല്ലെങ്കിൽ നമ്മുടെ ഈമാൻ്റെ ഒരു എസെൻസ്. അത് നമുക്ക് കഴിയില്ല. ലാ ഹൗല വലാ, എന്തോരം വ്യാഖ്യാനങ്ങൾ മഹാന്മാർ അതിന് പറഞ്ഞ് തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും നിന്റെ തൗഫീഖ് ഇല്ലാണ്ട് സാധിക്കില്ല എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. അങ്ങനെ പലതും. പക്ഷെ അടിസ്ഥാനം ഇത് തന്നെയാണ്. എനിക്കൊന്നും കഴിയൂല, ഞാനൊന്നിനും പോകുന്നവനല്ല. നീ എന്തെങ്കിലും തൗഫീഖ് തന്നാൽ നീ തരുന്ന കഴിവ് കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. അത് എല്ലാ സമസ്ത മേഖലയിലും അത് കൊണ്ടുവരണം മനുഷ്യൻ. അപ്പോൾ ഒരു പ്രശ്നമില്ല. നമ്മളെ കുട്ടികൾ, ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം അതാണ്. ഇപ്പോൾ ഹാദിയാണെങ്കിലും ആരാണെങ്കിലും എന്താണ് യഥാർത്ഥത്തിൽ അവർ എല്ലാ രക്ഷിതാക്കൾക്കും ടെൻഷനുണ്ട്. മീൻസ് കുട്ടികളെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നവരെ പറ്റി മാത്രമാണ്. അല്ലാത്ത ഇങ്ങനെ നടക്കണ മറ്റേ ഇതെന്താ പറയുക, പട്ടി വെറ്റ് വരുകണ പോലെ വരുന്നത്, അല്ലെങ്കിൽ അത് അവരെ പറ്റിയല്ല നമ്മൾ ചർച്ച. നമ്മളെ മക്കൾ നന്നാവണം, അവർ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവരാകണം, ദീനിന് ഗുണം ചെയ്യുന്നവരാകണം, അതുപോലെ തന്നെ നാടിനും നാട്ടുകാർക്കും എല്ലാം സൊസൈറ്റിക്ക് മൊത്തത്തിൽ അവർ നല്ലവരായി തീരണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മളുടെ ഈ അഹങ്കാരം കൊണ്ടൊന്നും നടക്കാൻ പോണില്ല. നമ്മൾ കുറേ പട്ടാളച്ചിട്ടുണ്ടാക്കി വെച്ചിട്ട് അതുകൊണ്ടൊന്നും വേണ്ടെന്നല്ല, നമ്മളെ തർബിയത്ത് വേണം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് വേണ്ടത് നമ്മളെ കഴിവല്ല ഇവരെ നന്നാക്കൽ. പടച്ച റബ്ബാണ് അവർക്ക് ഹിദായത്ത് കൊടുക്കേണ്ടത്. ആ ഹിദായത്ത് റബ്ബിനോട് ചോദിക്കണം. നമ്മളെ കഴിവില്ലായ്മ അംഗീകരിക്കും വേണം. പടച്ച റബ്ബേ, എനിക്കത് പറ്റൂല കേട്ടാ, നീ എന്നെ ചെയ്യണം. അങ്ങനെയുള്ള ആൾക്കാരെ അള്ളാഹ് കൈവിടൂല. കാരണം അള്ളാഹ് പറഞ്ഞില്ലേ, ഞാൻ അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെ അതാണ്. എന്തെന്ന്, എന്നെക്കുറിച്ച് എൻ്റെ അടിമ എങ്ങനെയാണോ ഇമാജിൻ ചെയ്യുന്നത്, എങ്ങനെയാണോ അവൻ സങ്കല്പിക്കണം, ഭാവിക്കുന്നത്, അതനുസരിച്ച് ഞാനവിടെ പെരുമാറും. എത്രയോ ഹദീസുകൾ ആ വിഷയത്തിലുണ്ടല്ലേ. എന്നെപ്പറ്റി, അതായത് നിങ്ങളെന്തിനാ അള്ളാഹിനെ പറ്റിയിട്ട് ഒരു വില്ലൻ അല്ലെങ്കിൽ ഒരു ക്രൂരൻ ദുഷ്ടൻ അങ്ങനെ ചിന്തിക്കണ്ട. നരകത്തിൽ ചിക്കൻ ഫ്രൈ ആക്കാനാണോ നമ്മളെ? എല്ലാ പടച്ച റബ്ബിനെ പറ്റി അങ്ങനെയല്ല ധരിക്കേണ്ടത്. അങ്ങനെ ധരിക്കല്ലേ. എന്നെപ്പറ്റി എങ്ങനെ ധരിക്കുന്നു അതുപോലെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് മറ്റേ നാളെ ആഹ്റത്തിലേക്ക് ഖിയാമത്ത് നാളിലും ചില ആളുകൾ വരും. അവർക്ക് ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ഭയങ്കര കുറ്റങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര മുപ്പരാണ്. പക്ഷെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. മലക്കളെ അതിശയിച്ചു. ഇവർക്കത് ഒരു പേടിയില്ലാത്തത്. പടച്ചമ്പഴാണ് വാദിച്ച് ചോദ്യം വരും, നീ ഇത്ര വൈശുടായി, ഞാനെന്തിന് പേടിക്കണം? നീ അർഹമുറാഹിമും നീ ഗഫൂറും എല്ലാം അല്ല, പിന്നെ ഞാൻ എന്തിന് പേടിക്കണം? എന്നാ ഓക്കെ, ചലോ ഭായി തും ജാവോ. ഇതുപോലെയാണ് പടച്ച റബ്ബിനെ നമ്മളെങ്ങനെ സങ്കല്പിക്കുന്നു. അപ്പം നമ്മളെ കുറിച്ചിട്ടും നമ്മളെ മക്കളുടെ കാര്യത്തിലൊക്കെ പടച്ച റബ്ബ് നല്ലത് ചെയ്യും, അവരെ നന്നാക്കും, നമ്മളെ നന്നാക്കും, നമ്മളോട് അവൻ കരുണ ചെയ്യും, റഹ്മത്ത് ചെയ്യും, അഫുവാണ്, ലത്തീഫാണ്. അങ്ങനെയുള്ള അള്ളാഹുവിനെ പറ്റി നിങ്ങൾ എപ്പോഴും ഭാവിക്കുക, മനസ്സിൽ കൊണ്ടുവരിക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നടക്കുള്ളൂ. ഒരു കവിയുടെ വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ, നമുക്ക് നാമേ പണിവതും നരകം നമുക്ക് നാമാണ് സ്വർഗം എന്നൊരു ഇതുണ്ട് മലയാളത്തിൽ. അതായത് നമ്മുടെ സ്വർഗവും നരകമൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണമെന്ന്. അതിൻ്റെ മറ്റൊരു രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചാൽ അതും ഇത് തന്നെയാണ്, കറക്റ്റാണ്. എങ്ങനെ നമ്മളെ സ്വർഗവും നമ്മളെ നരകമൊക്കെ നമ്മൾ തന്നെയാണ് സങ്കല്പിച്ചിട്ടുണ്ടാകുന്നത്. പടച്ചറ പിന്നെ നമ്മൾ അള്ളാഹു അർഹമുറാഹിമാണ്, അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു ഗഫാറാണ്, അള്ളാഹു അഫുവാണ്. ഈ രൂപത്തിൽ നമ്മൾ റബ്ബിനെ മനസ്സിൽ വിശ്വസിക്കുകയും എന്ന് വെച്ചിട്ട് റബ്ബ് ഷദീദുൽ കാബ് എന്നൊക്കെ പറയുന്നത് മറക്കാനല്ല. പക്ഷെ സത്യത്തിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വേണം മനുഷ്യൻ്റെ അവസ്ഥ. പക്ഷെ എപ്പോഴും ഏത് സമയത്തും ഒരു അഗലബിയത്ത് അവനെക്കുറിച്ച് ജലാലിയായ ഒരു ചിന്ത വേണം. എപ്പോഴും റബ്ബ് നമ്മൾ അങ്ങനെ ആക്കണം ഇങ്ങനെ, അതൊന്നും ഞാൻ കണ്ടിട്ടില്ലേ. ആൾക്കാർ എപ്പോഴും ഈ പരാതി ഓർക്കുന്ന ആൾക്കാർ, അവർക്ക് പരാതി തീരുന്നൊരു സമയം ഉണ്ടാവില്ല. അങ്ങനെയായി ഇങ്ങനെയായി അതൊന്നും ഉണ്ടാവില്ല അവരെ സംബന്ധിച്ചിടത്തോളം. അതല്ല വേണ്ടത്. എത്ര ആൾക്കാരെ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. അവർ നമ്മൾ ചെറുപ്പം മുതൽക്ക് കേൾക്കണതാണ്. അവരുടെ പരാതിക്ക് ഒരറ്റമില്ല. ആ പരാതി കൊണ്ട് തന്നെ ജീവിക്കണവർ. പക്ഷെ വേറെ എത്ര ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്, അവർക്കെല്ലാം ഹാപ്പിയാണ്, അവരെല്ലാം അൽഹംദുലില്ലാഹ്. അള്ളാഹ് അങ്ങനെ നടന്നു, അള്ളാഹ് അങ്ങനെ ചെയ്ത് സന്തോഷം പറയുന്ന ആൾക്കാർ.
ഇത് പറഞ്ഞൊക്കെ വന്നത് ഇത്രയാണ്. നമുക്ക് ഈ കുട്ടികളെ കണ്ടല്ലോ, ഈ കുട്ടികളൊക്കെ നന്നാവണമെന്നും ഒക്കെ നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ അവർക്ക് റബ്ബിനെ കുറിച്ച് ഒരു ഐഡിയ കൊടുക്കണം. നമുക്ക് സ്വയം വേണം. അള്ളാഹു നമ്മൾ നന്നാക്കും, അള്ളാഹ് കൈവിടൂല, അള്ളാഹു റഹീമാണ്, അള്ളാഹു റഹ്മാനാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ ഊട്ടി വളർത്തിയിട്ട് നമ്മളും റബ്ബിനോട് ദ്വാരക്കണം. പഠിച്ച മക്കളെ നന്നാക്കി തരണം, ഞങ്ങളെ നന്നാക്കി തരണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം സംഭവിക്കില്ല. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നമ്മൾ ആണ് നമ്മളെ ആഖിറൊക്കെ വളരെ പെർഫെക്റ്റാണ് ആ ഹദീസ്, ഖുദ്സി ഹദീസാണത്. വളരെ നമ്മളെ പടച്ചമ്പരാനെ പറ്റിയിട്ട് എന്താണ് ധരിക്കുന്നത്. ഞാൻ അങ്ങനെ അവരോട് പെരുമാറുന്നു അള്ളയും പറയണം. എന്നെപ്പറ്റി എങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കണം, അതേപോലെ ഞങ്ങളോട് പെരുമാറും. അപ്പോൾ അത് ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലും അള്ളാഹു നമ്മളെ ഐശ്വര്യവാനാക്കും, അള്ളാഹു നമ്മളെ സന്തോഷിപ്പിക്കും, നമുക്ക് അള്ളാഹു ഖൈർ ചെയ്യും, നമ്മളെ മക്കൾക്ക് അള്ളാഹു ഖൈർ ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ സങ്കല്പത്തിന്. അള്ളാഹ് അങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ. എപ്പോഴൊക്കെ ആരും അള്ളാഹിന് ഒരു നെഗറ്റീവ് വൈബുകൾ ഉണ്ടാക്കുന്നത് എന്തിനാ? അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക, പോസിറ്റീവായ വർത്താനം പറയുക, മറ്റുള്ളവരുടെ ഹൈറായ വർത്താനം പറയുക, മറ്റുള്ളവരോട് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയുക, അവരുടെ അനുഗ്രഹങ്ങൾ അവർക്ക് ഉണർത്തി കൊടുക്കുക. ചില ആളുകൾക്ക് ഉണ്ടാവും അവർക്ക് കിട്ടിയ അനുഗ്രഹത്തെ പറ്റിയൊന്നും ഒരു ബോധം ഉണ്ടാവില്ല കേട്ടോ. അവർക്ക് എപ്പോഴും പരാതിയായിരിക്കും. അങ്ങനത്തെ വിവരം കെട്ടവരോട് പറഞ്ഞു കൊടുക്കുക, എൻ്റെ മോനെ സംഭവം ആക്സിഡൻ്റ് ആയാൽ നീ ഇപ്പോഴും ഉയിരോടെ ഇരിക്കണില്ലേ, നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്, നിൻ്റെ ഉമ്മാക്കും പാപ്പാക്കും നിന്നെ കാണാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ, സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്, പെങ്ങളിപ്പോൾ നിന്നെ ഉണ്ടാക്കണ്ടല്ല, അതിനെന്തോരം നന്മകൾ പറയാണ്ട്. അപ്പോഴും നമ്മളെ സ്വയം പഴിക്കുക, നമ്മുടെ വിധിയെ പഴിക്കുക, പ്രാവുക, അതൊക്കെ മാറ്റുക. അവർ മാറ്റാതിരിക്കട്ടെ. ഞാൻ അവിടെ നമ്മൾ സ്വയം നമ്മൾ പറയണം അൽഹംദുലില്ലാ. എനിക്ക് അത്ര ഞാൻ ഇപ്പോൾ മനസ്സിലാക്കി വന്നിടത്തോളം അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവണം. ഏത് നമ്മളെ സ്വന്തം കഴിവിൻ്റെ മേലെ അഹങ്കരിക്കുക, അല്ലെങ്കിൽ അഹങ്കരിക്കാന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റത് അഹങ്കാരമൊന്നുമല്ല. അതിപ്പോൾ എന്തായാലും ഒരാൾ ചെയ്യൂല. അതുകൊണ്ട് നമുക്ക് ഒരു അമിതമായൊരു വിശ്വാസം, ഐ ക്യാൻ ഡു, അങ്ങനെയുള്ള മോട്ടിവേറ്റർമാരും കൗൺസിലർമാരും പഠിപ്പിക്കും യെസ് യു ക്യാൻ ഡു, യു ക്യാൻ. അങ്ങനെ ഒന്നും നടക്കൂല. ലാ ഹൗല വലാ ഖുവത പഠിപ്പിക്കും കുട്ടികളെ, ഭാര്യമാരെ, കൂടപ്പിറപ്പുകളെ എല്ലാവരും അത് പഠിപ്പിക്കും. ലാ ഹൗല അത് പഠിപ്പിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ. അതിനൊരുപാട് അതിക്കുന്ന ഒരുപാട് ഫലങ്ങളൊക്കെ ഉണ്ട്, കിതാബുകൾ കാണാം. നമ്മൾ താഴെ പുസ്തകം പറഞ്ഞ പോലെ ലാ ഹൗല ലേഹി എന്നാണ് ഉപരി വിളിക്കണം. അതിന് ഒരു ദിവസം 100 വട്ടം ചൊല്ലിയാലോ അല്ല 10 വട്ടം ചൊല്ലിയാലൊക്കെ എല്ലാ പ്രശ്നങ്ങളും എന്താണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ പതിവാക്കുന്നവൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം. അതിൽ ഏറ്റവും ചെറിയ പ്രശ്നം അവൻ്റെ എന്താ പറയുക ഇതാണെന്നാണ് പറഞ്ഞത്, മാനസികാവ്യത, അതായത് ഡിപ്രഷൻ. അപ്പോൾ ഡിപ്രഷനുള്ള ഏറ്റവും വലിയ മരുന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അപ്പം അതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് നമ്മളെ മക്കളെ പഠിപ്പിക്കുക, നമ്മളെ സ്വയം ഉൾക്കൊള്ളാം. നമുക്കൊന്നും കഴിയില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ആദ്യം തലയിൽ കയറ്റിയാൽ എന്താവും? ആ റബ്ബിനെ പറ്റി നമുക്കൊരു ബോധം വരും. ആ റബ്ബിനെ പറ്റി എന്ത് വിചാരിക്കണം? എനിക്ക് സ്വന്തമായിട്ട് ഒരു കഴിവോ ഒരു കുതിരത്തോ ഒന്നുമില്ല, നിൻ്റെതല്ലാണ്ട്, നീ തരുന്നതല്ലാണ്ട്. ഓക്കെ, അപ്പം നീ എങ്ങനെ തരണം? റബ്ബേ അത് നല്ല രൂപത്തിൽ ചെയ്യാൻ, നല്ല രൂപത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള തൗഫീക്ക് തരുന്ന റബ്ബേ. രണ്ടും കൂടി മാച്ചായത് വേണ്ട. ആദ്യം നമ്മൾ സമ്മതിച്ച് എനിക്കൊന്നും കഴിയില്ല, നിൻ്റെ കഴിവേ ഉള്ളൂ, നീ തരുന്ന കഴിവ് നീ തന്നാലേ ഉള്ളൂ. ഓക്കെ, ഇനി നീ എങ്ങനെ തരണം? അതാണ് ഹുസ്നുൽ റബ്ബിനെ പറ്റിയിട്ടുള്ളത്, നല്ല ധാരണ. റബ്ബേ എനിക്ക് ആ കാര്യം അല്ലെങ്കിൽ ഞാൻ ഏർപ്പെട്ട വിഷയം അത് നല്ല രൂപത്തിൽ സമാപ്തിയിലെത്തിക്കാനുള്ള തൗഫീക്ക് തരണം. അപ്പം രണ്ടും കൊണ്ട് ഫിറ്റായി. അപ്പം അള്ളാഹു അങ്ങനെ ചെയ്തു തരും. ഞാൻ ആൾക്കാരെ മുന്നിൽ നാണം കെടൂ, ഞാൻ പ്രശ്നത്തിലാവും. ഇതെന്തിന് ഇങ്ങനെ തന്നെ ചിന്തിക്കണത്? അതിൻ്റെ ആവശ്യമില്ല. നല്ലത് ചിന്തിക്കും. അത്രേ ഇപ്പം അതിൽ പറയാനുള്ളൂ. വേറെ എന്തൊട്ട് പറയാൻ വിഷയത്തിൽ